നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്താ വല്ല ലോട്ടറി അടിച്ചോ? മുഖത്തൊരു നിലാവ്. എന്റെ അമാവാസികളൊക്കെ കഴിഞ്ഞു കാഞ്ചനെ. ഇനി അങ്ങോട്ട് പൗർണമിയാണ് വരാൻ പോകുന്നത്. ഇത്രയും കാലം ജയശങ്കർ വെറുമൊരു കടക്കാരൻ മാത്രമായിരുന്നു. കാൽക്കാശിന് ഗതിയില്ലാത്തവനായിരുന്നു. എന്നാൽ ഇനി മുതൽ അങ്ങനെയല്ല. സ്വാമി എന്നെ വിളിച്ചത് എന്താണെന്നറിയാവോ? സുൽത്താൻ. അത് കുറച്ച് കൂടിപ്പോയി. അത്രയൊന്നുമില്ലെങ്കിലും നാളെ മുതൽ ഞാൻ പഴയ ജയശങ്കറായി മാറും. പ്രതാപിയായ ജയശങ്കർ. ആരുടെ മുന്നിലും തലകുനിക്കാത്ത ജയശങ്കർ. അതെങ്ങനെയാ? കാശ് വേണ്ടേ? കാശ് വരും കാഞ്ചനെ. എവിടുന്ന്? ആകാശത്ത് നിന്ന്. അതിങ്ങനെ മഴ പോലെ പെയ്തിറങ്ങും. എന്നിട്ട് പ്രളയം പോലെ എന്റെ ചുറ്റിലും വന്ന് നിറയും. ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത് എന്റെ ദിവസങ്ങളാ. ഈ ജയശങ്കറിന്റെ ദിവസങ്ങൾ. നിന്നെ സിദ്ധു വിളിക്കുന്നു. എന്തിനാ? അതെങ്ങനെ എനിക്കറിയാം? എല്ലാവരുടെ മുൻപിൽ വെച്ച് നാറ്റിക്കാനാണെങ്കിൽ എന്റെ വായിലിരിക്കുന്നതും കൂടി കേൾക്കേണ്ടി വരും നിങ്ങളുടെ പുന്നാര ആങ്ങളയ്ക്ക്. ഓ പിന്നെ ഇനി നിന്നെ പേടിച്ച് കഴിയാം. മര്യാദക്ക് എഴുന്നേറ്റ് ചെല്ലടി. അവൻ എന്താ ചോദിക്കാനുണ്ടെന്ന് നിന്നോട്. ഒരു ക്രിമിനൽ ലോയറാ ഞാൻ. എന്നിട്ടും ഇതുവരെ ഈ വീട്ടിൽ പോലീസ് കയറിയിട്ടില്ല. നീ എന്ന് ഈ വീട്ടിൽ കാലുകുത്തിയോ അന്ന് തുടങ്ങി ഈ വീടിന്റെ കഷ്ടകാലം. ആരുടെ റൂബിയെ കൊന്നത്? എനിക്കറിയില്ല. പിന്നെ എന്തിനാ പോലീസ് നിന്നെ സംശയിക്കുന്നത്? അത് എനിക്കെങ്ങനെ അറിയാം? അങ്ങനെ പറയരുത് ചന്ദ്രേ. ഒന്നുമില്ലാതെ അവരിങ്ങനെ പുറകെ നടക്കും. ഭാര്യ കുറച്ചു ദിവസം ജയിലിലായിരുന്നല്ലോ. ഭാര്യ എന്തെങ്കിലും ചെയ്തിട്ടാണോ ജയിലിൽ കടന്നത്? പോലീസിന്റെ മഹത്വമൊന്നും താൻ എന്നെ പഠിപ്പിക്കണ്ട. ആരോടടി നീ സംസാരിക്കുന്നത്? താനെന്നോ? ഇപ്പൊ താനെന്നല്ലേ വിളിച്ചോളൂ. അതിനപ്പുറം വിളിക്കേണ്ടത്. അതിനുള്ള സാഹചര്യം ഉണ്ടാക്കാതിരുന്ന എല്ലാവർക്കും കൊള്ളാം. നിരന്തരം ഈ വീട്ടിൽ പോലീസുകാർ കയറി ഇറങ്ങുന്നുണ്ട്. അതിന് കാരണക്കാരി നീ മാത്രമാണ്. ഇനി അത് ആവർത്തിക്കാൻ പാടില്ല. നീ തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ അത് പോലീസിനെ ബോധ്യപ്പെടുത്തണം. അതിനുള്ള വഴിയാണ് ഇനി ആലോചിക്കേണ്ടത്. വഴിയൊക്കെ എനിക്കറിയാം. പക്ഷേ ഇവളും കൂടി സഹകരിക്കണം. ഞാൻ സഹകരിക്കാം. റൂബിയുടെ മരണത്തില് എനിക്ക് ഒരു പങ്കുമില്ല. എങ്കില് പോലീസ് അനാവശ്യമായി ഉപദ്രവിക്കുന്നു പറഞ്ഞ് നമുക്ക് കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്യാം. അതോടെ പോലീസിന്റെ ഇടപെടലൊക്കെ അവസാനിക്കും. പക്ഷേ അതിലൊരു റിസ്ക് ഉണ്ട്. നീയാണ് റൂബിയെ കൊന്നതെന്ന് പോലീസ് ഉറപ്പിച്ച ഉറപ്പായിട്ടും അറസ്റ്റ് ഉണ്ടാവും. 100% നിരപരാധിയാണെങ്കിൽ മാത്രമേ ഞാൻ പറഞ്ഞതുപോലെ നീ ചെയ്യാവൂ. 100 അല്ല 101% നിരപരാധിയാ. കേസ് ഫയൽ ചെയ്തോ, ഞാൻ ഒപ്പിട്ടുതരാം. എന്നാ പിന്നെ അങ്ങനെ ചെയ്യാൻ കുഞ്ഞളിയാ. കോടതി വഴി നമുക്ക് നേരിടാം. ഇനി എനിക്ക് പോവാലോ. പോ. അപ്പോൾ റൂബിയെ കൊന്നത് ഇവളല്ല. പക്ഷെ അപ്പ സ്വർണോ? റൂബിയുടെ കാണാതായ സ്വർണവും ഇവളും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ടച്ചാ.
അതില്ലെന്ന് ആര് പറഞ്ഞാലും ഞാനത് സമ്മതിച്ചു തരില്ല. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കാതിരിക്കുക ചേച്ചി. വരട്ടെ, സമയമാവുമ്പോ എല്ലാത്തിനുള്ള ഉത്തരവും കിട്ടും. നാളെയാ ക്ലിനിക്ക് തുടങ്ങുന്നത്. തുടങ്ങിക്കോളൂ. ഇതൊക്കെ എന്തിനാ എന്നോട് പറയുന്നത്? ഡാഡി വരണം, അനുഗ്രഹിക്കണം. ഞാൻ വരുന്നില്ല. അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, നിനക്കറിയാവല്ലോ എൻ്റെ അവസ്ഥ മോശമാണ്. രണ്ടാമത്, ആ ക്ലിനിക്ക് തുടങ്ങുന്നതിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല. എത്ര കാലമായി അദ്ദേഹം ഇങ്ങനെ പ്രാക്ടീസ് ഇല്ലാതെ വീട്ടിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട്? അതിനൊരു അവസാനം വേണ്ടേ? കുറച്ചുകൂടി കാത്തിരുന്നാൽ കുറെ കൂടി നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തുകൂടെ? അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് എന്തുറപ്പാ ഡാഡിക്ക് തരാൻ പറ്റുക? ഇന്നലെ ഈ ചോദ്യം നീ എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ ഞാനൊന്ന് പതറിയനെ. കൃത്യമായിട്ടൊരു ഉത്തരം തരാൻ പറ്റാത്ത അവസ്ഥയായിരുന്നല്ലോ എനിക്ക്. പക്ഷേ ഇന്നങ്ങനെയല്ല. ഞാനിന്നലെ നിന്നോട് പറഞ്ഞില്ലേ, എൻ്റെ കയ്യിൽ പൈസ വരും. തങ്കച്ചിയുടെ കടം ഞാൻ തീർക്കും. നമ്മുടെ ആശുപത്രി ഞാൻ വീണ്ടെടുക്കും. ആദ്യം അതൊക്കെ ചെയ്യ്, എന്നിട്ട് ഞങ്ങൾ ആലോചിക്കാം. ഒരു ഒറ്റമുറി ക്ലിനിക്കിൽ പ്രാക്ടീസ് നടത്തിയാൽ ആ ഡോക്ടറുടെ ഗ്രേഡ് എത്രമാത്രം താഴ്ന്നു പോകുമെന്ന് നിനക്കറിയാമല്ലോ. നമ്മുടെ ഹോസ്പിറ്റൽ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ്. അവിടെ വേണ്ടത് പേരും പ്രശസ്തിയുമുള്ള ഡോക്ടർമാരെയാണ്. ഡാഡി എന്താ ഭീഷണിപ്പെടുത്തുവാണോ? ഹോസ്പിറ്റലിൽ ജോലി തന്നില്ലെന്ന് വെച്ച് ഞങ്ങൾ പരാതിയും കൊണ്ട് വരാനൊന്നും പോകുന്നില്ല. ദൈവാനുഗ്രഹം കൊണ്ട് കഴിവുള്ളൊരു ഡോക്ടർ തന്നെയാണ് അദ്ദേഹം. ഒറ്റമുറി ക്ലിനിക്കെന്ന് ഡാഡി പരിഹസിച്ചല്ലോ. ആ ക്ലിനിക്ക് കൊണ്ട് നല്ല അന്തസ്സോടെ ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ഇതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്കൊക്കെ അഹങ്കാരമാണെന്ന്. കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. അഹങ്കാരം ശരിക്കും ഡാഡിക്കാ. ആ സ്വാമിയുടെ വാക്ക് വിശ്വസിച്ച് ഓരോന്നിനൊക്കെ ചാടി ഇറങ്ങും. അവസാനം പെടാൻ പോകുന്നത് ഡാഡി തന്നെയായിരിക്കും.